ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായെങ്കിലും ഇതുവരെ ഇങ്ങനൊരു വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അതിൻ്റെ മെയിൻ കാരണം ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കുറേ അധികം ആൾക്കാർ വന്ന് ജഡ്ജ് ചെയ്യും. ഓ എന്ത് പൊങ്ങച്ചവാ, എന്നെ അഹങ്കാരവാ, അങ്ങനെ ഇങ്ങനെന്നൊക്കെ. പക്ഷേ ഇന്ന് ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഞാൻ തീരുമാനിച്ചു അങ്ങനെ വരുന്ന മെസ്സേജുകളൊക്കെ ഞാൻ ലീസ്റ്റ് ബോധം. കാരണം നമ്മുടെ ഒരു ഡ്രീം അല്ലെ നമ്മുടെ ഒരു സക്സസ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് അഹങ്കാരവും പൊങ്ങച്ചവും ഒക്കെ ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഡ്രീമിനെ കുറിച്ചോ എൻ്റെ സക്സസിനെ കുറിച്ചോ ഒന്നുമല്ല, പറഞ്ഞാലുള്ളി ജസ്റ്റിയുടെ ഒരു ഡ്രീമിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടിയുടെ ബ്ലെസ്സിങ് ആയിരുന്നു കേട്ടോ, അതിന്റെ വീഡിയോ ആണ് ഇത് കേവലം ഒരു ബസ്സിന്റെ ബ്ലെസ്സിങ് വീഡിയോ മാത്രമല്ല, വളരെ കാലമായിട്ട് ജസ്റ്റ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം. വണ്ടിയെ കുറിച്ചുള്ള ജസ്റ്റിയുടെ ഈ സ്വപ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. ജസ്റ്റി സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ബസ് എന്ന് പറയുന്നത് ജസ്റ്റിക്ക് ഒരു ഭ്രാന്ത. അന്ന് തൊട്ട് ജസ്റ്റി പറയുമായിരുന്നു ഞാൻ വലുതായി കഴിയുമ്പോൾ ഒരു ബസ് വാങ്ങിക്കുമെന്ന്. ജസ്റ്റിക്ക് ജോലിയൊക്കെ കിട്ടി കുറേ നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് ജസ്റ്റി എപ്പോഴും പറയും എനിക്കൊരു ബസ് വാങ്ങിക്കണമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ടെൻഷൻ കൊണ്ടും ബസ്സിനെ കുറിച്ച് നമുക്ക് വലിയ ഐഡിയാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും നാട്ടിൽ ഇതുപോലൊരു ബിസിനസ് തുടങ്ങിയാൽ അത് സക്സസ് ആവും എന്നുള്ള ടെൻഷൻ കൊണ്ടൊന്നും നമ്മൾ സമ്മതിച്ചില്ല. പക്ഷേ ജസ്റ്റി എപ്പോഴും പറയും നീ സമ്മതിച്ച മാത്രമേ ഞാൻ ബസ് വാങ്ങിക്കുള്ളൂ. പിന്നെ ബസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ വീട്ടുകാരുടെ പ്രഷർ, ബാക്കിയുള്ള റിലേറ്റീവ്സിൻ്റെ പ്രഷർ എല്ലാം കൂടെ ആയപ്പോൾ നമ്മളതങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ജസ്റ്റ് എപ്പോഴും ഇതിനെക്കുറിച്ച് തന്നെ പറയുകയും ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചു നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ സ്വപ്നങ്ങൾക്ക് നമ്മളല്ലാതെ പിന്നെ ആരാ കൂട്ടുനിൽക്കുക. അങ്ങനെ ഫൈനലി ഒരു ദിവസം വീട്ടുകാരെ ഒക്കെ വെറുപ്പിച്ച് ഞാൻ ആ ഡിസിഷൻ എടുത്തു, ജസ്റ്റിയുടെ ബസ് എന്ന സ്വപ്നത്തിന് പച്ചക്കൊടി കാണിക്കാം. ആ ഒരു ഡിസിഷൻ തെറ്റായിരുന്നെന്ന് ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത് എൻ്റെ മെടുക്കുകൊണ്ടോ ഞാൻ അന്ന് എസ് പറഞ്ഞത് കൊണ്ടോ ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് എന്ന് പറയുന്ന പച്ചയായ മനുഷ്യന്റെ ഹാർഡ് വർക്കിന്റെയും സാക്രിഫൈസിന്റെയും പ്രാർത്ഥനയുടെയും ക്ഷമയുടെ ഒക്കെ ഒരു റിസൾട്ടാണ്. ഇതിൽ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, കെട്ടിയോനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കെട്ടിയോള്, അത്രേ ഉള്ളൂ. ആദ്യം എനിക്കിത് വലിയ ക്രൈസ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഈ ജസ്റ്റിയുടെ ഭ്രാന്ത് കണ്ട് ജസ്റ്റിയുടെ കൂടി ഇപ്പൊ എനിക്കും ചെറുതായിട്ടൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ബസ് നമ്മുടെ ജീവിതത്തിലോട്ട് വന്നപ്പിനാണ് കുറെ അധികം വണ്ടി ഭ്രാന്തന്മാരെ നമുക്ക് കൂട്ടായിട്ട് കിട്ടിയത്. ഞാൻ ഓർത്ത് ജസ്റ്റിക്ക് മാത്രമേ ഇമാതിരി ഭ്രാന്തുള്ളെന്ന്. പക്ഷേ ജസ്റ്റിയെ പോലെ തന്നെ ബസ്സിനെ സ്നേഹിക്കുന്ന ഒത്തിരി ഭ്രാന്തന്മാർ നമ്മുടെ നാട്ടിലും വിദേശത്തൊക്കെ ഉണ്ടെന്ന് അത് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോ നമ്മുടെ നാട്ടിലുള്ള എല്ലാ വണ്ടി ഭ്രാന്തന്മാരും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണേ. നോക്കട്ടെ എന്തോരം വണ്ടി ഭ്രാന്തന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന്. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചു വരാം.